ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ദിസ് വീഡിയോ. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ ഒരു ഗിവൺ എക്സ്പ്രഷൻ്റെ ലോജിക് ഡയഗ്രാം നാൻഡ് ഗേറ്റുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിന് മുൻപത്തെ വീഡിയോയിൽ നമ്മൾ യൂണിവേഴ്സൽ ഗേറ്റ്സ് ആയിട്ടുള്ള നാൻഡിൻ്റെയും നോറിൻ്റെയും ഇംപ്ലിമെൻറ്റേഷൻ നമ്മൾ പഠിച്ചതാണ്. അവിടെ നമുക്കറിയാം എങ്ങനെ ഒരു ഓർ ഗേറ്റിനെ നാൻഡ് ഗേറ്റ് വെച്ച് വരയ്ക്കാം, എങ്ങനെ ഒരു ആൻഡ് ഗേറ്റിനെ നാൻഡ് ഗേറ്റ് വെച്ച് വരയ്ക്കാൻ പറ്റും, അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു നോട്ട് ഗേറ്റിൻ്റെ പ്രസൻസ് നമുക്കൊരു നാൻഡ് ഗേറ്റ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അത് ഓൾറെഡി ആ ഒരു ടോപ്പിക്കൊക്കെ നമ്മൾ തറവായിട്ട് പഠിച്ചു കഴിഞ്ഞു. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു രീതിയിലുള്ള കോൺസെപ്റ്റും ഇതിൻ്റെ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിന് 3 സ്റ്റെപ്സ് ആയിട്ടാണ് പറയുന്നത്. അതിലത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന എക്സ്പ്രഷൻ്റെ കറസ്പോണ്ടിങ് ലോജിക് സർക്യൂട്ട് നമുക്കറിയാവുന്ന ഫണ്ടമെന്റൽ ഗേറ്റുകളായിട്ടുള്ള ആൻഡും ഓറും നോട്ടും വെച്ചിട്ട് നമ്മൾ ആദ്യം വരയ്ക്കുക. ഡ്രോ എ ലോജിക് സർക്യൂട്ട് യൂസിങ് ആൻഡ്, ഓർ ആൻഡ് നോട്ട് ഗേറ്റ്സ്. നമുക്കറിയാവുന്ന ആൻഡ് ഗേറ്റും ഓർ ഗേറ്റും നോട്ട് ഗേറ്റും വെച്ചിട്ട് നമുക്ക് തന്നിരിക്കുന്ന എക്സ്പ്രഷൻ്റെ ലോജിക് സർക്യൂട്ട് ആദ്യം നമ്മൾ വരയ്ക്കുക. സോ നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം, എങ്ങനെ ഒരു ബൂളിയൻ എക്സ്പ്രഷൻ്റെ കറസ്പോണ്ടിങ് ലോജിക് സർക്യൂട്ട് ആൻഡ് ഓർ നോട്ട് വെച്ചിട്ട് വരയ്ക്കുക എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇനി അതിനുശേഷം ഡ്രോ എ സെക്കൻഡ് ലോജിക് ഡയഗ്രാം വിത്ത് ഈക്വലന്റ് നാൻഡ് ലോജിക് ഗേറ്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ഈച്ച് ആൻഡ് ഓർ നോട്ട്. എന്താ പറയുന്നത്? നമുക്കറിയാം ഒരു ആൻഡ് ഗേറ്റിൻ്റെ പ്രസൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര നാൻഡ് ഗേറ്റുകൾ ഉപയോഗിക്കേണ്ടി വരും? 2 നാൻഡ് ഗേറ്റുകളെ കാസ്കേഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ആൻഡ് ഗേറ്റ് ഉണ്ടാക്കാം. ഇനി 3 നാൻഡ് ഗേറ്റുകൾ വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർ ഗേറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒരു ആൻഡ് ഗേറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോട്ട് ഗേറ്റ് ഉണ്ടാക്കാം. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ ഫസ്റ്റ് വരച്ച ഡയഗ്രത്തിൽ എവിടെയൊക്കെയാണോ ആൻഡ് ഗേറ്റ് വരുന്നത് ആ ആൻഡ് ഗേറ്റിനെ 2 നാൻഡ് ഗേറ്റുകൾ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക. ഇനി എവിടേക്കാണോ ഓർ ഗേറ്റുകൾ വരുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് നാൻഡ് ഗേറ്റുകൾ വെച്ചിട്ട്, ഇപ്പോൾ 2 ഇൻപുട്ട് ഓർ ഗേറ്റ് ആണെങ്കിൽ എത്ര നാൻഡ് ഗേറ്റുകൾ വേണ്ടി വരും? 3 നാൻഡ് ഗേറ്റുകൾ വേണ്ടി വരും അല്ലേ? അപ്പോൾ അത്തരത്തിൽ റീപ്ലേസ് ചെയ്യുക. നോട്ട് ഗേറ്റ് വരുന്നുണ്ടെങ്കിൽ അതിനെയും നാൻഡ് വെച്ചിട്ട് എങ്ങനെയാണോ റീപ്ലേസ് ചെയ്യേണ്ടത് അത്തരത്തിൽ റീപ്ലേസ് ചെയ്യുക. എന്നിട്ട് ഒരു സെക്കൻഡ് ലോജിക് ഡയഗ്രാം വരയ്ക്കുക. ഈ സെക്കൻഡ് ലോജിക് ഡയഗ്രത്തിൽ അപ്പോൾ ഈ പറയുന്ന ആൻഡോ ഓറോ നോട്ടോ ഒന്നും ഉണ്ടാവില്ല, ആകെ കൂടെ നാൻഡ് ഗേറ്റുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിമൂവ് ഓൾ പെയേഴ്സ് ഓഫ് ഇൻവെർട്ടേഴ്സ് കണക്റ്റഡ് ഇൻ കാസ്കേഡ്. അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഇൻവെർട്ടേഴ്സ്, അതായത് 2 നാൻഡ് ഗേറ്റുകൾ. ഒരു നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഈക്വൽ ടു 1 നോട്ട് ഗേറ്റ് അല്ലേ? അപ്പോൾ അതാ നോക്കൂ, ഇവിടെ ഒരു നാൻഡ് ഗേറ്റ് ഇത്തരത്തിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻപുട്ട് എ ആണെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എ കോംപ്ലിമെൻ്റ് ആയിരിക്കും. എഗെയിൻ ഒരു നാൻഡ് ഗേറ്റും കൂടെ ഇത്തരത്തിൽ കാസ്കേഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. കാസ്കേഡ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിൽ കണക്ട് ചെയ്യുക, അടുപ്പിച്ച് കണക്ട് ചെയ്യുക. അതായത് ഒന്നിൻ്റെ ഔട്ട്പുട്ട് മറ്റൊന്നിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കുക, അതിനെയാണ് കാസ്കേഡ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ നാൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ട് എന്തായിരിക്കും? എ കോംപ്ലിമെന്റ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? എ ഡബിൾ കോംപ്ലിമെന്റ്. എ ഡബിൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എ തന്നെയല്ലേ അല്ലേ? സോ ഇപ്പോൾ ഇവിടെ ഇൻപുട്ട് എ ആയിരുന്നു, ഇവിടെ ഔട്ട്പുട്ടും എ തന്നെയാണ്. സോ ഇത്തരത്തിൽ 2 ഇൻവെർട്ടേഴ്സ് അല്ലെങ്കിൽ 2 നാൻഡ് ഗേറ്റുകൾ കാസ്കേഡ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ 2 എണ്ണത്തിനെയും അങ്ങോട്ട് ക്യാൻസൽ ചെയ്ത് കളയാനായിട്ട് പറ്റും. ഓക്കെ, റിമൂവ് ഓൾ പെയേഴ്സ് ഓഫ് ഇൻവെർട്ടേഴ്സ് കണക്റ്റഡ് ഇൻ കാസ്കേഡ്. അതാണ് ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു സ്റ്റെപ്പ്. ഇനി അടുത്തത് എന്താണ്? ഇപ്പോൾ നമ്മൾ വരച്ച രണ്ടാമത്തെ ലോജിക് ഡയഗ്രത്തിൽ റിമൂവ് ഇൻവെർട്ടേഴ്സ് കണക്റ്റഡ് ടു സിംഗിൾ എക്സ്റ്റേണൽ ഇൻപുട്ട് ആൻഡ് കോംപ്ലിമെന്റ് ദ കറസ്പോണ്ടിങ് ഇൻപുട്ട് വേരിയബിൾ. അതായത് ഒരു എക്സ്റ്റേണൽ ഇൻപുട്ടിനോട് ചേർത്ത് ഒരു ഇൻവെർട്ടർ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻപുട്ടുകൾ. എ ബി എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് ഉണ്ട്. ഇവിടെ ഈ എ എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ ഇൻപുട്ടാണ്. അതിനോട് കൂടെ ഞാനൊരു നാൻഡ് ഗേറ്റ്, അതായത് ഒരു ഇൻവെർട്ടർ പോലെ അല്ലേ? ഒരു നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത് ഒരു നോട്ട് ഗേറ്റിന് ഈക്വലൻ്റ് ആണ്. അപ്പോൾ ഇതിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ നാൻഡ് ഗേറ്റിനെ വേണമെന്നുണ്ടെങ്കിൽ ഇൻവെർട്ടർ എന്ന് പറയും. അപ്പോൾ എക്സ്റ്റേണൽ ഇൻപുട്ട് ആയിട്ടുള്ള എയുടെ കൂടെ എനെ ഞാനൊരു നാൻഡ് ഗേറ്റിലോട്ട് അറ്റാച്ച് ചെയ്തു, ബിനെയും ഞാനൊരു നാൻഡ് ഗേറ്റിലേക്ക് കണക്ട് ചെയ്തു.
ഒഴിവാക്കി എനിക്ക് എന്ത് ചെയ്യാം? ഈ നാൻഡ് ഗേറ്റ് അങ്ങോട്ട് ഒഴിവാക്കി ഇൻപുട്ട് വേരിയബിളിനെ കോംപ്ലിമെന്റ് ചെയ്യാം. ഓക്കെ, അതായത് ഇത്തരത്തിൽ ഒരു സർക്യൂട്ട് വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഗേറ്റുകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു സർക്യൂട്ട് വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എക്സ്പ്രഷനിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ടേംസും നമുക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കാൻ പറ്റും. സപ്പോസ് നമ്മുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എ ഓർ ബി ഡോട്ട് സി കോംപ്ലിമെന്റ് ഡോട്ട് ഡി കോംപ്ലിമെന്റ് ആണെന്ന് വിചാരിക്കുക. സാധാരണ രീതിയിൽ നമ്മൾ എന്താ ചെയ്യുക? എ എന്ന് പറയുന്നത് ഒരു ഇൻപുട്ടാണ്, ബി എന്ന് പറയുന്നത് ഒരു ഇൻപുട്ടാണ്, സി ഒരു ഇൻപുട്ടായിട്ട് എടുക്കും, ഡി ഒരു ഇൻപുട്ടായിട്ട് എടുക്കും. എന്നിട്ട് നമ്മൾ സിനെ ഒരു നോട്ട് ഗേറ്റിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സി കോംപ്ലിമെന്റ് കിട്ടും, അല്ലെ? ഡിനെ ഒരു നോട്ട് ഗേറ്റിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡി കോംപ്ലിമെന്റ് കിട്ടും. അതിന് പകരം യൂണിവേഴ്സൽ ഗേറ്റുകളുടെ ഇംപ്ലിമെന്റേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഗേറ്റുകൾ വെച്ചിട്ട് നമുക്കൊരു ലോജിക് സർക്യൂട്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എ എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് ആക്കാം, ബി എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് ആക്കാം, നേരിട്ട് സി കോംപ്ലിമെന്റ് ഒരു ഇൻപുട്ടായിട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ സീനെ ഒരു നോട്ട് ഗേറ്റിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കോംപ്ലക്സ് ആവും, അല്ലെ? അപ്പോൾ ആ നോട്ട് ഗേറ്റിന് നാൻഡ് വെച്ച് റീപ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്രയും കോംപ്ലക്സ് ആവേണ്ട ആവശ്യമില്ല. നമുക്ക് സി കോംപ്ലിമെന്റ് എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് നേരിട്ട് കൊടുക്കാം, ഡി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഒരു ഇൻപുട്ടായിട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് എ എന്ന് പറയുന്നതായിരുന്നു എൻ്റെ ഇൻപുട്ട്, അതിന് ഒരു നാൻഡ് ഗേറ്റിലേക്ക് കൊടുക്കുന്നത്. ഈ നാൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്താ? എ കോംപ്ലിമെന്റ് ആണ്. പക്ഷെ അതിന് പകരം എനിക്ക് എന്ത് ചെയ്യാം? നേരിട്ട് എ എന്ന് പറയുന്ന ഇൻപുട്ടിനെ ഇത്തരത്തില് എ കോംപ്ലിമെന്റ് എന്ന് എനിക്ക് റെപ്രസെന്റ് ചെയ്യാം. അതാണ് പറയുന്നത്. നോക്കൂ, റിമൂവ് ഇൻവെർട്ടേഴ്സ്, ഇതാണ് ഇൻവെർട്ടർ, കണക്റ്റഡ് ടു സിംഗിൾ എക്സ്റ്റേണൽ ഇൻപുട്ട്, അല്ലെ? അപ്പോൾ ഞാനിവിടെ എയോട് കണക്ട് ചെയ്തിരുന്ന നാൻഡ് ഗേറ്റിനെ റീപ്ലേസ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? കോംപ്ലിമെന്റ് ദ കറസ്പോണ്ടിങ് ഇൻപുട്ട് വേരിയബിൾ. വേരിയബിൾ എ ആയിരുന്നു, അതിന് ഞാൻ എ കോംപ്ലിമെന്റ് ആക്കി. അപ്പൊ ഈ കേസിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ നാൻഡ് ഗേറ്റ് എനിക്ക് അങ്ങോട്ട് ഒഴിവാക്കി ബിനെ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്ന ഇൻപുട്ടാക്കി മാറ്റാൻ പറ്റും. അങ്ങനെ ചെയ്യുന്നതും സെയിം ഇഫക്റ്റ് തന്നെയാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ ഈ സെക്കൻഡ് സ്റ്റെപ്പിൽ വരയ്ക്കുന്ന ലോജിക് ഡയഗ്രാം എന്ന് പറയുന്നത് വലുതായിരിക്കും, ഒരുപാട് നാൻഡ് ഗേറ്റുകൾ വെച്ചിട്ടുള്ളതായിരിക്കും. അതിലത്തെ നാൻഡ് ഗേറ്റുകളുടെ എണ്ണം കുറയ്ക്കാൻ ഈ തേർഡ് സ്റ്റെപ്പിലെത്തുമ്പോൾ നമുക്ക് സാധിക്കും. തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. രണ്ട് നാൻഡ് ഗേറ്റുകൾ, ഓക്കെ, രണ്ട് ഇൻവെർട്ടേഴ്സ് കാസ്കേഡ് ചെയ്ത് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ അങ്ങോട്ട് ക്യാൻസൽ ചെയ്ത് കളയാം. ഇനി ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ ഇൻപുട്ടിനോട് ചേർത്ത് ഒരു നാൻഡ് ഗേറ്റ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നാൻഡ് ഗേറ്റ് റിമൂവ് ചെയ്തിട്ട് ആ വേരിയബിളിനെ കോംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്തിട്ടുള്ള രണ്ട് കാര്യങ്ങൾ. ഈ രണ്ട് കാര്യങ്ങളും ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ എന്താ പറയുക, രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ വരച്ച ലോജിക് സർക്യൂട്ട് എന്ന് പറയുന്നത് കുറച്ചും കൂടെ മിനിമൈസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്പർ ഓഫ് നാൻഡ് ഗേറ്റ്സ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഓരോ എക്സാമ്പിൾ ആയിട്ട് നോക്കാം, എങ്ങനെയാണ് ഒരു ലോജിക് സർക്യൂട്ടിനെ നമുക്ക് നാൻഡ് ഗേറ്റുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ എക്സാമ്പിൾ ആയിട്ട് ഞാൻ എഴുതുന്ന ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഒന്നാമത്തത് എ കോംപ്ലിമെന്റ് ഓർ ബി ഡോട്ട് സി. ഓക്കെ, ഈ ഒരു ഫംഗ്ഷനെയാണ് എനിക്ക് നാൻഡ് ഗേറ്റുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ആദ്യം ഈ ഒരു ലോജിക് സർക്യൂട്ട് നമുക്കറിയാവുന്ന ആൻഡ് ഓർ നോട്ട് ഗേറ്റുകൾ വെച്ചിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിലത്തെ ഇൻപുട്ടുകൾ ഏതൊക്കെയാണ്? എ കോംപ്ലിമെന്റ് ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. നമ്മൾ എ വരച്ചിട്ട് എനെ നോട്ട് ഗേറ്റിലേക്ക് കണക്ട് ചെയ്യണോ? വേണ്ട. ഓക്കെ, നാൻഡ് ഗേറ്റുകൾ വെച്ചിട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഗേറ്റ്സ് വെച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഒരു ഇൻപുട്ടായിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇനി ബി എന്ന് പറയുന്നത് മറ്റൊരു ഇൻപുട്ടാണ്, സി എന്ന് പറയുന്നത് മറ്റൊരു ഇൻപുട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം പെർഫോം ചെയ്യേണ്ടത് ബിയും സിയും കൂടെ ആൻഡ് ചെയ്യലാണ്. അപ്പോൾ ബി എന്ന് പറയുന്ന ഇൻപുട്ടും സി എന്ന് പറയുന്ന ഇൻപുട്ടും കൂടെ ഞാനിവിടെ ആൻഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ബി ഡോട്ട് സി കിട്ടി. ഇനി അടുത്തത് എ കോംപ്ലിമെന്റും ബി ഡോട്ട് സിയും കൂടെ ഓർ ചെയ്യലാണ്. എ കോംപ്ലിമെന്റും ബി ഡോട്ട് സിയും കൂടെ ഇവിടെ ഓർ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ എക്സ്പ്രഷൻ, എ കോംപ്ലിമെന്റ് ഓർ ബി ഡോട്ട് സി. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്? ഈ ഓർ ഗേറ്റിനെ നാൻഡ് ഗേറ്റുകൾ വെച്ച് റീപ്ലേസ് ചെയ്യണം. ഈ നാൻഡ് ഗേറ്റിനെ നമ്മുടെ ആൻഡ് ഗേറ്റിനെ നാൻഡ് ഗേറ്റുകൾ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണം. എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ നോക്കാം.
അപ്പോൾ ഇൻപുട്ട് ഞാൻ ഒന്നും കൂടെ എടുത്ത് എഴുതാണ് ആൻഡ് ഗേറ്റ് എ കോംപ്ലിമെന്റ്. ഇതാണ് രണ്ടാമത്തെ സ്റ്റേജ് കേട്ടോ. എ കോംപ്ലിമെന്റ് ഒരു ഇൻപുട്ടാണ്, ബി ഒരു ഇൻപുട്ടാണ്, സി ഒരു ഇൻപുട്ടാണ്. ഈ ആൻഡ് ഗേറ്റിനെ എങ്ങനെയാണ് നാൻഡ് ഗേറ്റ് വെച്ച് റീപ്ലേസ് ചെയ്യുക? എങ്ങനെയാണ്? രണ്ട് നാൻഡ് ഗേറ്റുകൾ കാസ്കേഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതൊരു ആൻഡ് ഗേറ്റിന്റെ ഇഫക്റ്റ് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ചെയ്യാം. ആദ്യം ഒരു നാൻഡ് ഗേറ്റ്, ഈ നാൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടിനെ വീണ്ടും ഒരു നാൻഡ് ഗേറ്റിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി? ഇത് ഒരു ആൻഡ് ഗേറ്റിന്റെ ഇഫക്റ്റ് ആയി അല്ലെ? ഇത് ഒരു ഇവിടത്തെ ആൻഡ് ഗേറ്റ് ആയി. ഓക്കെ, ഇനി ഈ ഓർ ഗേറ്റിന് എങ്ങനെയാ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം? 3 നാൻഡ് ഗേറ്റുകൾ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കൺസ്ട്രെയിൻ വരുന്നുണ്ട്. ഓരോ ഇൻപുട്ടിനെയും സെപ്പറേറ്റ് നാൻഡ് ഗേറ്റുകളിലേക്ക് കൊടുക്കണം അല്ലേ? ഞാൻ കുറച്ചിങ്ങനെ നീട്ടി വരയ്ക്കുകയാണ്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ നാൻഡ് ഗേറ്റ്, ഇത് രണ്ടാമത്തെ നാൻഡ് ഗേറ്റ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഔട്ട്പുട്ടിനെ മൂന്നാമത്തെ നാൻഡ് ഗേറ്റിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഓർ ഗേറ്റിൻ്റെ 3 നാൻഡ് ഗേറ്റുകൾ. ക്ലിയർ ആയോ? അപ്പോൾ ഈ ആൻഡ് ഗേറ്റിനെ നമ്മൾ 2 നാൻഡ് ഗേറ്റ് വെച്ച് റീപ്ലേസ് ചെയ്തു. ഈ ഓർ ഗേറ്റിനെ ഇത്തരത്തിൽ 3 നാൻഡ് ഗേറ്റുകൾ വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു. ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പ് അപ്ലൈ ചെയ്യാം. മൂന്നാമത്തെ സ്റ്റെപ്പ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് വരിക? അതായത് മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് ഈ നാൻഡ് ഗേറ്റുകളുടെ എണ്ണം കുറയ്ക്കാനായിട്ട് സാധിക്കും. അതിന് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിമൂവ് ഓൾ ഇൻവെർട്ടേഴ്സ്, ഓൾ പെയേഴ്സ് ഓഫ് ഇൻവെർട്ടഡ് കണക്റ്റഡ് ഇൻ കാസ്കേഡ് മോഡ് അല്ലേ? 2 ഇൻവെർട്ടേഴ്സ് അടുപ്പിച്ച് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്യാൻസൽ ചെയ്ത് കളയാം. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ 2 ഇൻവെർട്ടറിൻ്റെയും ഇൻപുട്ട് എന്ന് പറയുന്നത് സെയിം ആവണം. ഇപ്പം ഇവിടെ നോക്കൂ, ഇത് ഒരു ഇൻവെർട്ടറാണ്, ഇതും ഒരു ഇൻവെർട്ടറാണ് എന്ന് വെച്ചിട്ട് ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ഒന്നാമത്തെ ഇൻവെർട്ടറിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ബിയും സിയും ആണ്. രണ്ടാമത്തെ ഇൻവെർട്ടറിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ബി ഡോട്ട് സി കോംപ്ലിമെന്റ് ആണ്. രണ്ടിന്റെയും ഇൻപുട്ടുകൾ വേറെയാണ്. സോ ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റില്ല. നേരെ മറിച്ച് ഇത് രണ്ടും കണ്ടോ, ഇത് രണ്ടും സിംഗിൾ ഇൻപുട്ട് നാൻഡ് ഗേറ്റ് ആണ് അല്ലെ? 2 നാൻഡ് ഗേറ്റുകൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഇറ്റ് പ്രൊഡ്യൂസസ് ദ ഇഫക്റ്റ് ഓഫ് ഡബിൾ ഇൻവേർഷൻ അല്ലെ? അതായത് ഇവിടെ എന്താ വരിക? ഇതെന്ന് പറയുന്നത് ബി ഡോട്ട് സി കോംപ്ലിമെന്റ് ആണ്. ഇത് ഈ ഒന്നാമത്തെ നാൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്ത് വരും? ബി ഡോട്ട് സി ഡബിൾ കോംപ്ലിമെന്റ് വരും അല്ലെ? വീണ്ടും എന്ത് വരും? ഈ നാൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ബി ഡോട്ട് സി കോംപ്ലിമെന്റ് തന്നെ വരും അല്ലെ? അപ്പോൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത സെയിം ഔട്ട്പുട്ട് തന്നെയാണ് ഈ 2 നാൻഡ് ഗേറ്റുകൾ കഴിഞ്ഞ് കിട്ടുന്നതും. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ 2 നാൻഡ് ഗേറ്റുകളെ നമുക്കൊന്നിങ്ങോട്ട് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അടുത്തത് മൂന്നാമത്തെ സ്റ്റെപ്പിൽ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. എന്താണ്? ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ വേരിയബിളിലോട്ട് നാൻഡ് ഗേറ്റ് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നാൻഡ് ഗേറ്റ് നമുക്ക് ഒഴിവാക്കാം. പകരം ആ എക്സ്റ്റേണൽ വേരിയബിളിനെ കോംപ്ലിമെന്റ് ചെയ്താൽ മതി. ഇവിടെ അത്തരത്തിൽ എന്തെങ്കിലും വരുന്നുണ്ടോ? ബി എന്ന് പറയുന്ന വേരിയബിളിലേക്ക് മാത്രമായിട്ട് ഒരു നാൻഡ് ഗേറ്റ് ഉണ്ടോ? ഇല്ല. സിയിലേക്ക് മാത്രമായിട്ട് ഒരു നാൻഡ് ഗേറ്റ് ഉണ്ടോ? ഇല്ല. എ കോംപ്ലിമെന്റിലേക്ക് മാത്രമായിട്ട് ഒരു നാൻഡ് ഗേറ്റ് ഉണ്ടോ? ഉണ്ട് അല്ലെ? എ കോംപ്ലിമെന്റ് എന്ന് പറയുന്ന ഇൻപുട്ട് വേരിയബിളിലേക്ക് മാത്രം ഒരു നാൻഡ് ഗേറ്റ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാം? ഈ നാൻഡ് ഗേറ്റ് അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് എ കോംപ്ലിമെന്റിനെ കോംപ്ലിമെന്റ് ചെയ്യാം. എ ഡബിൾ കോംപ്ലിമെന്റ് വരും. ഇപ്പൊ ഇവിടെ നോക്കൂ, മൊത്തം 1 2 3 4 5 നാൻഡ് ഗേറ്റുകളാണുള്ളത്. അതിലത്തെ 3 നാൻഡ് ഗേറ്റുകളെ നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പ് എത്തിയപ്പോൾ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് പുതിയ ലോജിക് സർക്യൂട്ട് വരയ്ക്കാം. അപ്പൊ അതിലത്തെ 3 വേരിയബിൾസ് ഏതൊക്കെയായിരിക്കും? ഇത് എ ഡബിൾ കോംപ്ലിമെന്റ് ആയി. എ ഡബിൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എ തന്നെയാണ്. പിന്നെ ബി ഉണ്ട്, പിന്നെ സി ഉണ്ട്. ഓക്കെ, ഇനി ബിയും സിയും കൂടെ ആദ്യം നാൻഡ് ചെയ്യുന്നു. അതങ്ങനെ തന്നെ കേട്ടോ. ഇത് നാൻഡ് ഗേറ്റ്. പിന്നെ ഏതാണ് വരുന്നത്? ഈ എ എന്ന് പറയുന്ന വേരിയബിളിന്റെ നേരെയുള്ള വരയും അതുപോലെ തന്നെ ഈ നാൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടും കൂടെ ഒരു നാൻഡ് ഗേറ്റിലേക്ക് കണക്ട് ചെയ്യാം. ക്ലിയർ ആയോ? ഇതാണ് നമ്മുടെ ഫൈനൽ ലോജിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. നമുക്ക് 5 നാൻഡ് ഗേറ്റ് ഉണ്ടായിരുന്നത് നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പ് എത്തിയപ്പോൾ മിനിമൈസ് ചെയ്ത് 2 നാൻഡ് ഗേറ്റ് ആക്കാനായിട്ട് സാധിച്ചു. അതിൽ ഒരു ഇൻപുട്ട് വേരിയബിൾ കോംപ്ലിമെന്റ് ആവും കൂടെ ചെയ്തു. അതും ശ്രദ്ധിക്കണം.
ഇത്തരത്തിൽ നമുക്ക് ഏതൊരു ബൂളിയൻ എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാലും അതിനെ നാൻഡ് ഗേറ്റുകൾ മാത്രം ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഒരു എക്സാമ്പിളും കൂടെ ഇവിടെ ചെയ്യാം. രണ്ടാമത്തെ എക്സ്പ്രഷൻ നോക്കാം. രണ്ടാമത്തെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് A or E complement dot B or C dot D. Okay, A or E complement dot B or C D. ഇതിൽ ഏതൊക്കെയാണ് ഇൻപുട്ട് ആയിട്ട് വരിക? എ ഒരു ഇൻപുട്ടാണ്. ഇ ആണോ ഇൻപുട്ട് വരിക? അല്ല, ഇ കോംപ്ലിമെന്റ് ഒരു ഇൻപുട്ടാണ്, ബി ഒരു ഇൻപുട്ടാണ്, സി ഒരു ഇൻപുട്ടാണ്, ഡി ഒരു ഇൻപുട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഓപ്പറേറ്റർ പ്രിസിഡൻസ് നോക്കുമ്പോൾ ഏറ്റവും ആദ്യം ഏത് എക്സ്പ്രഷനാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് സ്കാൻ ചെയ്യുമ്പോൾ എന്ത് വേണം? പാരാന്തസിസിനകത്ത് വരുന്ന എക്സ്പ്രഷൻസ് വേണം ആദ്യം ഇവാലുവേറ്റ് ചെയ്യാൻ. അപ്പോൾ രണ്ടും പാരാന്തസിസിനകത്താണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി പാരാന്തസിസിനകത്ത് തന്നെ ഏത് വേണം? ഡോട്ട് ഓപ്പറേറ്റർ വെച്ചിട്ടുള്ളത് വേണം ഏറ്റവും ആദ്യം ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്ത് പോവുക. അപ്പോൾ ആദ്യം എ ഓർ ഇ കോംപ്ലിമെന്റ് ഓർ ചെയ്യാം. എ എന്ന് പറയുന്ന ഒരു ഇൻപുട്ട്, ഇ കോംപ്ലിമെന്റ് ഒരു ഇൻപുട്ടാണ്. അപ്പോൾ എയും ഇ കോംപ്ലിമെന്റും, എ എന്ന് പറയുന്ന ഇൻപുട്ടും ഇ കോംപ്ലിമെന്റ് എന്ന് പറയുന്ന ഇൻപുട്ടും കൂടെ ഞാൻ ആദ്യം ഓർ ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ബിയും സി ഡോട്ട് ഡിയും അല്ലെ. ആദ്യം നമുക്ക് ബി എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് ഉണ്ട്, അതുപോലെ തന്നെ സി ഡോട്ട് ഡി ഉണ്ട്. അപ്പോൾ സിയും ഡിയും കൂടെ ആദ്യം ഞാൻ ആൻഡ് ചെയ്യാണ്. സിയും ഡിയും കൂടെ ആദ്യം ആൻഡ് ചെയ്തു, അതിൻ്റെ കൂടെ ബി ഓർ ചെയ്യുന്നു, അതിൻ്റെ കൂടെ ബി ഓർ ചെയ്യുന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഈ എ ഓർ ഇ കോംപ്ലിമെന്റിന്റെ ഔട്ട്പുട്ടും ബി ഓർ സി ഡോട്ട് ഡിയുടെ ഔട്ട്പുട്ടും കൂടെ ആൻഡ് ചെയ്യണം. അതും കൂടെ ഉണ്ട് കേട്ടോ, മറക്കരുത്. ഇത് രണ്ടും കൂടെ ആൻഡ് ചെയ്തു. ഇതാണ് നമ്മുടെ ഫൈനൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇതിനെ ഞാൻ ഈക്വൽ ടു എഫ് എന്ന് എഴുതുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ എഫ്. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താ വരുന്നത്? ഈ ആൻഡ് ഓർ ഗേറ്റുകളെ എല്ലാം തന്നെ എന്ത് ചെയ്യാം? നാൻഡ് ഗേറ്റുകൾ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പം ആദ്യം നമുക്ക് ഈ ഓർ ഗേറ്റ് റീപ്ലേസ് ചെയ്യാനായിട്ട് നോക്കാം. ഈ ഓർ ഗേറ്റ് റീപ്ലേസ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ആദ്യം എന്താ ചെയ്യേണ്ടത്? എ എന്ന് പറയുന്നതിന് ആദ്യം നാൻഡ് ഗേറ്റിലോട്ട് കണക്ട് ചെയ്തു, ഈനെ മാത്രം നാൻഡ് ഗേറ്റിലോട്ട് കണക്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിന്റെ രണ്ടിന്റെയും ഔട്ട്പുട്ടിനെ മറ്റൊരു നാൻഡ് ഗേറ്റിലേക്ക് കണക്ട് ചെയ്തു. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു ദ കറസ്പോണ്ടിങ് ഓർ ഗേറ്റ്. ഓക്കെ, ഇനി ഈ ആൻഡ് ഗേറ്റിനെ നമുക്ക് റീപ്ലേസ് ചെയ്ത് നോക്കാം. ഈ ആൻഡ് ഗേറ്റിനെ റീപ്ലേസ് ചെയ്യുമ്പോൾ ആദ്യം ഇതൊരു നാൻഡ് ഗേറ്റ് വരും, ഇതിന്റെ ഔട്ട്പുട്ടിനെ വീണ്ടും ഒരു നാൻഡ് ഗേറ്റിലോട്ട് കടത്തിവിടുക. ഓക്കെ, ദിസ് ഇസ് ദ കറസ്പോണ്ടിങ് ആൻഡ് ഗേറ്റ്. ഇതാണ് ഇവിടുത്തെ ആൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ഓർ ഗേറ്റിനെ നമുക്ക് റീപ്ലേസ് ചെയ്യണം. ഈ ഓർ ഗേറ്റിന്റെ ഇൻപുട്ടുകൾ ഏതൊക്കെയാണ്? ഒന്ന് ബി ആണ് അല്ലെ. അപ്പൊ ബിനെ ആദ്യം എന്ത് ചെയ്യണം? ഒരു നാൻഡ് ഗേറ്റിലോട്ട് വിടണം. രണ്ടാമത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഇതാണ് അല്ലെ. ഇവിടെ കിട്ടുന്നതിന്റെ ഔട്ട്പുട്ട് ആണ് രണ്ടാമത്തെ ഇൻപുട്ട്. സോ ഇതിനെ ഒരു നാൻഡ് ഗേറ്റിലോട്ട് വിടണം. ഇനി എന്ത് ചെയ്യുക? ഈ രണ്ട് നാൻഡ് ഗേറ്റിന്റെയും ഔട്ട്പുട്ടിനെ ഒരു നാൻഡ് ഗേറ്റിലോട്ട് വിടാം. ഇതാണ് ഇവിടത്തെ ഓർ ഗേറ്റ് എന്ന് പറയുന്നത്. ഇത് ബി ഓർ സി ഡിയിലത്തെ ആ ഓർ ഗേറ്റ് ഉണ്ടല്ലോ, അതാണ് ഈ ഒരു എക്സ്പ്രഷൻ. കഴിഞ്ഞിട്ടില്ല, ഇത് നോക്കൂ, ഇവിടെ ഒരു ആൻഡ് ഗേറ്റും കൂടി ഉണ്ട്. ഈ ആൻഡ് ഗേറ്റിനെ നമുക്ക് റീപ്ലേസ് ചെയ്യണം. ഈ ആൻഡ് ഗേറ്റിന്റെ ഇൻപുട്ടുകൾ ഏതൊക്കെയാണ്? ഒന്ന് ഈ ഓർ ഗേറ്റിന്റെ ഔട്ട്പുട്ട്, ഒന്ന് ഈ ഓർ ഗേറ്റിന്റെ ഔട്ട്പുട്ട്. അപ്പൊ എങ്ങനെ വരയ്ക്കാം നമുക്ക്? ഈ രണ്ട് ഔട്ട്പുട്ടുകളും കൂടെ ഒരു നാൻഡ് ഗേറ്റ്, പിന്നെ വീണ്ടും ഒരു നാൻഡ് ഗേറ്റ്. ഇതാണ് എഫ് എന്ന് പറയുന്നത്. ഇത് ഇവിടെ ഉണ്ടായിരുന്ന ഈ എ ഓർ ഇ കോംപ്ലിമെന്റ് ഇല്ലേ, അതാണ് ഇത്. ഇനി ബി ഓർ സി ഡി ഉണ്ടല്ലോ, അതാണ് ഇത്. ഇനി ഇത് ഇവരെ രണ്ടുപേരെയും കൂടെ ആൻഡ് ചെയ്തിരിക്കുന്നതിലത്തെ ആൻഡ് ഗേറ്റ്.
ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഓരോ സ്റ്റെപ്പും സെപ്പറേറ്റ് വരച്ച് പോവാം കേട്ടോ. എൻ്റെ ഒപ്പം വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് നല്ലത്. കാരണം അപ്പം തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ കിട്ടുന്ന ലോജിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാട് നാൻഡ് ഗേറ്റുകളുണ്ട്. പക്ഷെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നും ഒരുപാട് നാൻഡ് ഗേറ്റുകൾ ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും. എങ്ങനെയൊക്കെയാണ് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റുക നോക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം? ഇതാ നോക്കൂ, 2 നാൻഡ് ഗേറ്റുകൾ കാസ്കേഡ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അല്ലേ, നമുക്കതിനെ ഒഴിവാക്കാം. ഇവിടെ ഏതെങ്കിലും 2 നാൻഡ് ഗേറ്റുകൾ കാസ്കേഡ് ചെയ്ത് വന്നിട്ടുണ്ടോ? നോക്കി നോക്കൂ. ഇവിടെ നിങ്ങൾക്ക് സംശയം തോന്നും, ഇതൊരു നാൻഡ് ഗേറ്റും ഇതൊരു നാൻഡ് ഗേറ്റും ഉണ്ടല്ലോ എന്ന് വെച്ച് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇനി ഇതൊരു നാൻഡ് ഗേറ്റും കാസ്കേഡ് ചെയ്ത് വന്നിട്ടുണ്ട്. പക്ഷെ നോക്കൂ, ഒന്ന് 2 ഇൻപുട്ട് നാൻഡ് ഗേറ്റും ഒരെണ്ണം സിംഗിൾ ഇൻപുട്ട് നാൻഡ് ഗേറ്റും ആണ്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും അത് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റില്ല. നേരെ മറിച്ച് ഇവിടെ നോക്കൂ, ഇത് സിംഗിൾ ഇൻപുട്ട് നാൻഡ് ഗേറ്റ് ആണ്, ഇതും സിംഗിൾ ഇൻപുട്ട് നാൻഡ് ഗേറ്റ് ആണ്. അപ്പോൾ ഈ 2 നാൻഡ് ഗേറ്റുകൾ നമുക്ക് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. അത്രയേ പറ്റുള്ളൂ. ഇനി എന്ത് ചെയ്യാം? എക്സ്റ്റേണൽ ഇൻപുട്ടിനോട് കണക്ട് ചെയ്ത് നാൻഡ് ഗേറ്റ് ഉണ്ടോ? ഉണ്ട് അല്ലെ, ഒരുപാടുണ്ട്. അപ്പോൾ അതിനെല്ലാം കളഞ്ഞ് ആ വേരിയബിളിനെ കോംപ്ലിമെന്റ് ചെയ്യാം. അപ്പോൾ ഈ നാൻഡ് ഗേറ്റ് കളഞ്ഞ് ഇത് എ കോംപ്ലിമെന്റ് ആക്കാം, ഈ നാൻഡ് ഗേറ്റ് കളഞ്ഞ് അത് ഈ ഡബിൾ കോംപ്ലിമെന്റ് ആക്കാം അല്ലെ, ഈ നാൻഡ് ഗേറ്റ് കളഞ്ഞ് നമുക്ക് ബി കോംപ്ലിമെന്റ് ആക്കാം. കഴിഞ്ഞു. അത്രയല്ലേ പറ്റുള്ളൂ? യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് തേർഡ് സ്റ്റെപ്പിൽ ചെയ്യാനായിട്ട് പറ്റും. ഇതെല്ലാം കളഞ്ഞിട്ടുള്ള നമ്മുടെ ഫൈനൽ എക്സ്പ്രഷൻ എന്തായിരിക്കും? ഈ 2 നാൻഡ് ഗേറ്റുകളും പോകും അല്ലെ. ഈ 2 നാൻഡ് ഗേറ്റും പോകുമ്പോൾ എങ്ങനെ വരും? എ കോംപ്ലിമെന്റും ഈ ഡബിൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഈ തന്നെയല്ലേ, അത് രണ്ടും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു നാൻഡ് ഗേറ്റ്. എ കോംപ്ലിമെന്റും ഇയും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു നാൻഡ് ഗേറ്റ്. യെസ്, അതിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ എന്താണ് വരിക? ഈ 2 നാൻഡ് ഗേറ്റുകൾ പോകും അല്ലെ. ഈ 2 നാൻഡ് ഗേറ്റുകൾ പോയി, അതുപോലെ തന്നെ ഈ നാൻഡ് ഗേറ്റ് പോയി അല്ലെ. ഇപ്പൊ എന്ത് വരും? ഇത്തരത്തിൽ നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. സിയും ഡിയും കൂടെ കണക്ട് ചെയ്തിട്ടുള്ള നാൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടും ഇതിന്റെ ഔട്ട്പുട്ടും കൂടെ ഒരു നാൻഡ് ഗേറ്റ് ഇങ്ങനെ വരും. ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകുന്നില്ല, അത് അങ്ങനെ തന്നെ അവിടെ റിമെയിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനലായിട്ട് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ കറസ്പോണ്ടിങ് സർക്യൂട്ട്. എ കോംപ്ലിമെന്റും ഇയും കൂടെ തമ്മിലുള്ള ഒരു നാൻഡ് ഗേറ്റ്, ബി കോംപ്ലിമെന്റും സി ഡോട്ട് ഡി, അതായത് സിയും ഡിയും കൂടെ കണക്ട് ചെയ്തിട്ടുള്ള നാൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടും കൂടെ ഒരു നാൻഡ് ഗേറ്റ്. ഈ 2 ഔട്ട്പുട്ടും കൂടെ 2 നാൻഡ് ഗേറ്റിലോട്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു കറസ്പോണ്ടിങ് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കിട്ടും. ക്ലിയർ ആയോ? ഇത്തരത്തിൽ നമുക്ക് ഏതൊരു ഫംഗ്ഷൻ തന്നാലും അതിനെ ആദ്യം നമുക്ക് ആൻഡും ഓറും നോട്ടും വെച്ച് വരയ്ക്കുക. അതിനുശേഷം ആ ആൻഡും ഓറും നോട്ടിനെയും നാൻഡ് ഗേറ്റുകൾ വെച്ച് റീപ്ലേസ് ചെയ്യുക. റീപ്ലേസ് ചെയ്ത് കിട്ടുന്ന സർക്യൂട്ടിൽ നമുക്ക് ഇതുപോലെ തന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നാൻഡ് ഗേറ്റുകളുടെ എണ്ണം കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു.